ജോർജ് കുട്ടിയെ മഹാ കഷ്ടാവല സ്ഥിതി. നമ്മളെ കുടിയാമലയിലുള്ളതാ. ഓൽക്ക് ഒറ്റ മോനേ ഉള്ളൂ. ഓനേതോ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് വട്ടിപ്പലിശയ്ക്ക് കടം വാങ്ങി കൃഷി ആവശ്യത്തിന്. മാസങ്ങളോളം പലിശ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്തു. കൃഷി ചതിച്ചു, പലിശ മുടങ്ങി. 2 ദിവസം മുൻപ് സഹദേവൻ വന്ന് മോനെ കൂട്ടിക്കൊണ്ടു പോയി. ഇപ്പോൾ മുതലും പലിശ കൂടി ഒന്നിച്ചടച്ചാലേ അവനെ വിടുകയുള്ളെന്ന് അയാൾ പറയുന്നത്. ആര്? ഫിനാൻസുകാർ. സഹദേവൻ അവരുടെ ആളാ. നിങ്ങൾക്ക് ആ എസ് ഐയെ കണ്ട് കാര്യം പറഞ്ഞൂടെ? മേലാഫീസർമാരോട് പറഞ്ഞാൽ മോനെ പിന്നെ ജീവനോടെ കാണില്ലെന്ന് അയാൾ പറയുന്നത്. ഇനി പറഞ്ഞാൽ തന്നെ എന്താ വിശ്വാസം? ആ ഫൈനാൻസുകാർക്ക് നല്ല പിടിപാട് കാണും. ഇക്കാലത്ത് പിടിപാടില്ലാത്ത ഞമ്മക്കൊക്കെ നീതി കിട്ടുമോ? ഈ നാട്ടിൽ കോടതിയില്ലേ? ഓ, കേസ് കൊടുത്തിട്ട് എന്ത് വിശേഷം? ഫിനാൻസുകാർ ഇവരെ മോനെ പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. ഒരു പോലീസുകാരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതിന് തെളിവില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകളല്ലേ? ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്താൽ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അച്ഛാ, എല്ലാവർക്കും അറിയാം സാറിന് ഈ കേസിലുള്ള താല്പര്യം. ബഷീർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ജയിൽ ചാടിയ ബഷീറിനെ സാർ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് റിട്ട് മൂവ് ചെയ്താൽ ബഷീറിന്റെ ഉമ്മ ഒരു വഴിയുണ്ട്. തൊടുപുഴയിൽ ഒരു അഡ്വക്കേറ്റ് സുകുമാരൻ നായരുണ്ട്. അയാളുടെ ജൂനിയർ മാത്യൂസിനെ നിങ്ങൾ പോയി കാണണം. എൻ്റെ ഒരു പരിചയക്കാരനായിക്കാ. അയാളോട് നിങ്ങൾ കാര്യങ്ങൾ വിശദമായിട്ട് പറയണം. ഞാനും വിളിച്ചു പറഞ്ഞോളാം. ജോർജ് കുട്ടിയെ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? ഇത് സാധാരണ കേസ് അല്ലിക്ക, ഹേബിയസ് കോർപ്പസാ. ഈ പെമ്പിള്ളാര് വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോൾ മാതാപിതാക്കൾ തൻ്റെ മകളെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് സാധാരണ കൊടുക്കുന്ന കേസായത്. അതായത് ഇയാളുടെ മകനെ അന്യായമായി ചിലർ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹേബിയസ് കോർപ്പസ് കൊടുത്താ അയാളെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസിനോട് ഉത്തരവിടുന്ന കോടതിയാ. അവിടെ എന്ത് പിടിപാടുണ്ടായിട്ടും കാര്യമില്ല. കാരണം ഈ ഉത്തരവ് നടപ്പാക്കിയില്ലേ കുഴപ്പം പോലീസിനാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ കേസ് പോലും വേണ്ടിവരില്ല. അഡ്വക്കേറ്റ് സുകുമാരൻ നായർ സഹദേവനെ വിളിച്ച് ഇവരുടെ മകനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്